ഗുഡ് ഈവനിങ് എവരി വൺ. വെൽക്കം ടു ലോക്കസ്റ്റ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ലെക്ചർ സീരീസാണ്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് അറസ്റ്റാണ്. അറസ്റ്റിനെ സംബന്ധിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. The word arrest is not defined in Bharatiya Nagarik Suraksha Sanhita or Criminal Procedure Code, but the procedure prescribed for arrest is provided under CRPC or BNSS. അറസ്റ്റ് എന്താണ് എന്നുള്ളത് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിലോ ക്രിമിനൽ പ്രൊസീജിയറിലോ ഡിഫൈൻ ചെയ്യുന്നിട്ടില്ല. അതിൻ്റെ പ്രൊസീജിയർ എന്താണ്, ഒരാളെ അറസ്റ്റ് ചെയ്താലുള്ള പ്രൊസീജിയർ എന്താണ്, എങ്ങനെയാണ് അറസ്റ്റ് ചെയ്യുന്നത്, ആർക്കൊക്കെയാണ് അറസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്, അറസ്റ്റ് ചെയ്ത ശേഷമുള്ള ബാക്കി നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ് എന്നിവയെ പറ്റിയാണ് ക്രിമിനൽ പ്രൊസീജിയർ കോഡിൽ പ്രധാനമായും പറയുന്നത്. ഇനി എവിടെയാണ് അറസ്റ്റിനെ പറ്റി പറയുന്നതെന്ന് നോക്കാം. ക്രിമിനൽ നടപടിക്രമമായിരുന്ന സമയത്തും അതിനുശേഷം ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയാക്കി മാറ്റിയ സമയത്തും ചാപ്റ്റർ 5 തന്നെയായിരുന്നു അറസ്റ്റിനെ സംബന്ധിച്ച് പറയുന്നത്. The term arrest is derived from the French word arrester, which means to stop or to restrain. അറസ്റ്റ് എന്ന് പറയുന്ന വാക്ക് ഡിറൈവ് ചെയ്തിരിക്കുന്നത് ഫ്രഞ്ച് വേർഡായ അറസ്റ്റർ എന്നുള്ളതിൽ നിന്നാണ്. അതിൻ്റെ അർത്ഥം ടു സ്റ്റോപ്പ് ഓർ ടു റീസ്ട്രെയിൻ, തടയുക എന്നുള്ളതാണ്. ഇനി നമുക്ക് നോക്കാം ആർക്കൊക്കെയാണ് അറസ്റ്റ് ചെയ്യാൻ അധികാരമുള്ളത്. ഹു ആർ ഓതറൈസ്ഡ് ടു അറസ്റ്റ്? പോലീസ് ഓഫീസർ, പ്രൈവറ്റ് പേഴ്സൺ, മജിസ്ട്രേറ്റ്, എക്സിക്യൂട്ടീവ് ഓർ ജുഡീഷ്യൽ. പോലീസ് ഓഫീസറിന് ഏതൊരു വ്യക്തിയും, കുറ്റകൃത്യം ചെയ്തതും സംശയിക്കുന്നതുമായ ഏതൊരു വ്യക്തിയും അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം പോലീസ് ഓഫീസർക്കുണ്ട്. ദെൻ പ്രൈവറ്റ് പേഴ്സൺ, സാധാരണ ഒരു വ്യക്തിക്കാണെങ്കിലും കണ്ടീഷൻസ് ഉണ്ട്, അത് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. ദെൻ മജിസ്ട്രേറ്റ്, എക്സിക്യൂട്ടീവ് ആയിരുന്നാലും ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആണെങ്കിലും അറസ്റ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. നമുക്ക് ആദ്യം തന്നെ എന്താണ് ഒഫൻസ് എന്ന് നോക്കാം. എന്താണ് ഒരു കുറ്റകൃത്യം? ഒഫൻസ് മീൻസ് എനി ആക്ട് ഓർ ഒമിഷൻ which is made punishable under any law for the time being in force. നിലവിലുള്ള നിയമം അനുസരിച്ച് ഒരാളുടെ പ്രവൃത്തിയോ ഒരാളുടെ ഒമിഷനോ പണിഷ് ചെയ്യാൻ തരത്തിലുള്ള ഒന്നാണെങ്കിൽ അത്തരം പ്രവൃത്തികളെ നമ്മൾ ഒഫൻസായിട്ട് കണക്കാക്കുന്നു. ഒഫൻസ് എന്താണെന്നുള്ളത് ക്രിമിനൽ പ്രൊസീജിയറിൽ പറയുന്നുണ്ട്. ഇനി എപ്പോഴാണ് ഒരാളെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കുക? ഒരാളൊരു കുറ്റകൃത്യം ചെയ്യുമ്പോഴോ അദ്ദേഹം ഒരു കുറ്റകൃത്യം ചെയ്തു എന്നുള്ള വിശ്വാസയോഗ്യമായ അറിവ് ലഭിക്കുമ്പോഴോ അത്തരം കുറ്റകൃത്യം അദ്ദേഹം ചെയ്തു എന്ന് ന്യായമായ ഒരു സംശയം നിൽക്കുമ്പോഴോ ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കും. പോലീസ് ഓഫീസറിന് ഏതൊക്കെ സാഹചര്യങ്ങളിൽ അറസ്റ്റ് ചെയ്യാൻ സാധിക്കും? പോലീസ് ഓഫീസർ മേ അറസ്റ്റ് ഫസ്റ്റ് വിത്തൗട്ട് വാറണ്ട് ഓർ ഓർഡർ ഓഫ് എ മജിസ്ട്രേറ്റ്. സെക്കൻഡ് വൺ വിത്ത് വാറണ്ട് ആൻഡ് ഓർഡർ ഓഫ് എ മജിസ്ട്രേറ്റ്. രണ്ട് രീതിയിലാണ് അറസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്. ചില സാഹചര്യങ്ങളിൽ വാറണ്ട് ഇല്ലാതെയും മജിസ്ട്രേറ്റിൻ്റെ ഓർഡർ ഇല്ലാതെയും പോലീസ് ഓഫീസറിന് അറസ്റ്റ് ചെയ്യാൻ സാധിക്കും. ചില സാഹചര്യങ്ങളിൽ വാറണ്ടോട് കൂടിയും മജിസ്ട്രേറ്റിൻ്റെ ഓർഡറോട് കൂടിയും മാത്രമേ അറസ്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പോലീസ് ഓഫീസർ മേ അറസ്റ്റ് വിത്തൗട്ട് വാറണ്ട്. സെക്ഷൻ 35 ഓഫ് BNSS, സെക്ഷൻ 41 ഓഫ് CRPC. അറസ്റ്റ് എനി പേഴ്സൺ വിത്തൗട്ട് ആൻ ഓർഡർ ഫ്രം എ മജിസ്ട്രേറ്റ് ആൻഡ് വിത്തൗട്ട് എ വാറണ്ട്. സെക്ഷൻ 35 ഓഫ് BNSSലാണ് പോലീസ് ഓഫീസർക്ക് വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം എന്നുള്ള സാഹചര്യത്തെപ്പറ്റി പറയുന്നത്. പഴയ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് അനുസരിച്ച് സെക്ഷൻ 41 പറഞ്ഞിരുന്നത്.
In which circumstances arrest can be made without a warrant or order from magistrate? ഏതെല്ലാം സാഹചര്യങ്ങളിലാണ് പോലീസ് ഓഫീസറിന് വാറണ്ട് ഇല്ലാതെയും മജിസ്ട്രേറ്റിൻ്റെ ഓർഡർ ഇല്ലാതെയും അറസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഇൻ ദ പ്രസൻസ് ഓഫ് എ പോലീസ് ഓഫീസർ കമ്മിറ്റ് എ കൊഗ്നൈസബിൾ ഒഫൻസ്. പോലീസ് ഓഫീസറിൻ്റെ പ്രസൻസിൽ ഒരു വ്യക്തി കൊഗ്നൈസബിൾ ഒഫൻസ് കമ്മിറ്റ് ചെയ്താൽ ആ വ്യക്തിയെ മജിസ്ട്രേറ്റിൻ്റെ ഓർഡർ ഇല്ലാതെയും വാറണ്ട് ഇല്ലാതെയും അറസ്റ്റ് ചെയ്യാൻ പോലീസിന് സാധിക്കും. എന്താണ് കൊഗ്നൈസബിൾ ഒഫൻസ്? നമ്മുടെ BNSS പ്രകാരം സെക്ഷൻ 2 ക്ലോസ് Gയിലാണ് കൊഗ്നൈസബിൾ ഒഫൻസ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യുന്നത്. കൊഗ്നൈസബിൾ ഒഫൻസ് എന്താണെന്ന് വെച്ചാൽ ഒരു പോലീസ് ഓഫീസറിന് അറസ്റ്റ് വിത്തൗട്ട് വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതും ഫസ്റ്റ് ഷെഡ്യൂളിൽ പറയപ്പെടുന്നതായ എല്ലാ ഒഫൻസുകളും കൊഗ്നൈസബിൾ ഒഫൻസായിട്ട് കണക്കാക്കുന്നു. സെക്കൻഡ് വൺ, എഗനിസ്റ്റ് whom a reasonable complaint has been made or credible information has been received or a reasonable suspicion exists that he has committed a cognizable offense punishable with imprisonment for a term which may be less than 7 years or which may extend to 7 years whether with or without fine. ഒരാൾ 7 വർഷത്തിൽ കുറവ് ജീവപര്യന്തം ലഭിക്കുന്ന തരത്തിലുള്ളതോ അല്ലെങ്കിൽ 7 വർഷം വരെ ജീവപര്യന്തം കിട്ടാവുന്നതോ ആയ ഒരു കൊഗ്നൈസബിൾ ഒഫൻസ് ചെയ്തിട്ടുണ്ട് എന്ന തരത്തിലുള്ള ന്യായമായ പരാതി ലഭിക്കുമ്പോഴോ അത്തരത്തിലുള്ളൊരു ഒഫൻസ് കമ്മിറ്റ് ചെയ്തു എന്നുള്ള വിശ്വാസയോഗ്യമായ അറിവ് ലഭിക്കുമ്പോഴോ അദ്ദേഹത്തിനെതിരെ ന്യായമായ ഒരു സംശയം ഉള്ളപ്പോഴും പോലീസ് ഓഫീസറിന് വാറണ്ട് ഇല്ലാതെയും മജിസ്ട്രേറ്റിൻ്റെ ഓർഡർ ഇല്ലാതെയും അറസ്റ്റ് ചെയ്യാൻ സാധിക്കും. തേർഡ് വൺ, എഗനിസ്റ്റ് whom credible information has been received that he has committed a cognizable offense punishable with imprisonment for a term which may extend to more than 7 years whether with or without fine or with a death sentence and the police officer has reason to believe on the basis of that information such a person has committed a said offense. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതിലൊരു വ്യത്യാസം മോർ ദാൻ 7 ഇയേഴ്സും പ്ലസ് ഡെത്ത് സെൻറ്റൻസുമാണ്. ഒരാൾ 7 വർഷത്തിൽ കൂടുതലോ അല്ലെങ്കിൽ ഡെത്ത് സെൻറ്റൻസ് കിട്ടുന്നതോ ആയ അത്തരത്തിലുള്ള ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്തു എന്നുള്ള വിശ്വാസയോഗ്യമായ അറിവ് ലഭിക്കുമ്പോഴോ അത്തരത്തിലുള്ള ഒരു റീസണബിൾ ഗ്രൗണ്ട് നിലനിൽക്കുമ്പോഴോ ആ വ്യക്തിയെ പോലീസ് ഓഫീസറിന് വാറണ്ട് ഇല്ലാതെയോ മജിസ്ട്രേറ്റിൻ്റെ ഓർഡർ ഇല്ലാതെയോ അറസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഫോർത്ത് വൺ, പ്രൊക്ലെയിംഡ് ഒഫൻഡർ അണ്ടർ ദിസ് സംഹിത ഓർ ബൈ ഓർഡർ ഓഫ് എ സ്റ്റേറ്റ് ഗവൺമെൻറ്. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത പ്രകാരമോ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഒരു ഓർഡർ പ്രകാരമോ പ്രൊക്ലെയിംഡ് ഒഫൻഡറായി ഡിക്ലെയർ ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യാനായി പോലീസ് ഓഫീസറിന് വാറണ്ടിൻ്റെ ആവശ്യമില്ല. മജിസ്ട്രേറ്റിൻ്റെ ഓർഡർ ഇല്ലാതെ കണ്ട് പോലീസ് ഓഫീസർക്ക് അറസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഹു ഈസ് എ പ്രൊക്ലെയിംഡ് ഒഫൻഡർ? പ്രതി കോടതിയിൽ ഹാജരാകാനായി കോടതിയിൽ നിന്ന് ആദ്യം സമൻസ് അയക്കുന്നു. പ്രതി ഹാജരാകുന്നില്ല. ശേഷം വാറണ്ട് അയക്കുന്നു. വാറണ്ട് അയച്ച ശേഷവും ഒഫൻഡർ ആ വ്യക്തി കോടതിയിൽ ഹാജരാകാതെ ഇരിക്കുകയും വാറണ്ട് എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയാതെ വരുന്നതുമായ സാഹചര്യത്തിൽ കോടതി പബ്ലിഷ് ചെയ്യുന്ന ഒന്നാണ് പ്രൊക്ലമേഷൻ. പ്രൊക്ലമേഷൻ പബ്ലിഷ് ചെയ്ത ആ വ്യക്തി, ആർക്കെതിരെയാണോ ആ പ്രൊക്ലമേഷൻ പബ്ലിഷ് ചെയ്തത് ആ വ്യക്തി 10 വർഷമോ അതിൽ കൂടുതലോ ജീവപര്യന്തമോ വധശിക്ഷയോ കിട്ടാവുന്ന തരത്തിലുള്ള ഒരു ഒഫൻസാണ് കമ്മിറ്റ് ചെയ്തിരിക്കുന്നത് എങ്കിൽ പ്രൊക്ലമേഷന് ശേഷവും ആ വ്യക്തി കോടതിയിൽ ഹാജരാകുന്നില്ല എങ്കിലും ആ വ്യക്തിയെ കോടതി പ്രൊക്ലെയിംഡ് ഒഫൻഡറായി ഡിക്ലെയർ ചെയ്യുന്നതാണ്. ഫിഫ്ത്ത് വൺ, in whose possession anything is found which may be reasonably be suspected to be a stolen property and who may reasonably be suspected of having committed an offense with reference to such thing. ഒരു വ്യക്തിയുടെ കൈവശം ഒരു സ്റ്റോളൻ പ്രോപ്പർട്ടി ഇരിക്കുന്നു എന്ന തരത്തിലുള്ള ഒരു സംശയം നിലനിൽക്കുകയാണെങ്കിലോ
അല്ലെങ്കിൽ ആ സ്റ്റോളൻ പ്രോപ്പർട്ടി വെച്ച് ആ വ്യക്തി എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്തു എന്ന തരത്തിലുള്ള ന്യായമായ സംശയം നിലനിൽക്കുന്ന സാഹചര്യങ്ങളിലും പോലീസ് ഓഫീസറിന് വാറണ്ട് ഇല്ലാതെയോ മജിസ്ട്രേറ്റിന്റെ ഓർഡർ ഇല്ലാതെയോ അറസ്റ്റ് ചെയ്യാൻ സാധിക്കും. 6th one, who obstruct a police officer while in the execution of his duty, or he has escaped or attempt to escape from lawful custody. Obstruct a police officer while in the execution of his duty. പോലീസ് ഓഫീസർ അദ്ദേഹത്തിൻ്റെ കൃത്യനിർവഹണം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, ഡ്യൂട്ടി ചെയ്യുന്ന സമയത്ത് ആ പോലീസ് ഓഫീസറിൻ്റെ തടയുകയോ അല്ലെങ്കിൽ ലോഫുള്ളായ ഒരു കസ്റ്റഡിയിൽ കിടക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയോ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്യാനായി പോലീസ് ഓഫീസറിന് വാറണ്ടിൻ്റെ ആവശ്യമില്ല. 7th one, who is reasonably suspected of being a deserted from any of the armed force of union. ഏതെങ്കിലും ആർമഡ് ഫോഴ്സ് ഓഫ് യൂണിയൻ സായുധ സേനയിൽ നിന്നും ഒഴിവാക്കപ്പെടുകയോ ഡെസേർട്ട് ചെയ്തിരിക്കുന്നതോ ആയ വ്യക്തിയെ അറസ്റ്റ് ചെയ്യാനായി പോലീസ് ഓഫീസറിന് വാറണ്ടിൻ്റെയോ കോടതിയുടെ അനുമതി ആവശ്യമില്ല. 8th one, who being a released convict commit any breach of any rule. ഒരിക്കൽ ആ വ്യക്തിയെ കൺവിക്റ്റ് ചെയ്ത ശേഷം റിലീസ് ചെയ്ത വ്യക്തിയായിരുന്നു. ആ വ്യക്തി വീണ്ടും ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്യുകയോ നിയമവിരുദ്ധമായി പെരുമാറുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്യാൻ വാറണ്ടിൻ്റെ ആവശ്യം ഇല്ല, കോടതിയുടെ അനുമതിയുടെയും ആവശ്യമില്ല. പോലീസ് ഓഫീസറിന് വാറണ്ട് ഇല്ലാതെയും കോടതിയുടെ ഓർഡർ ഇല്ലാതെയും അറസ്റ്റ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് വൺ, whose arrest any requisition, whether written or oral, has received from any other police officer, provided that requisition specifies the person to be arrested and offences or other causes which the arrest is to be made, and it appears therefrom that person might lawfully be arrested without a warrant by the officer who issued the requisition. Arrest by any requisition, മുകളിലത്തെ അല്ലെങ്കിൽ മുകളിലെ ഒരു സുപ്പീരിയർ ഓഫീസറിൻ്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പോലീസ് ഓഫീസറിൻ്റെയോ റിക്വസിഷൻ വഴി, അവരുടെ ഓർഡർ പ്രകാരമോ അല്ലെങ്കിൽ അവരുടെ ഒരു കൽപ്പന വഴി ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യണം, അതൊരു ഓറൽ ആയിക്കോട്ടെ റിട്ടൺ ആയിക്കോട്ടെ, അങ്ങനെ അറസ്റ്റ് ചെയ്യണം എന്ന് ഒരു റിക്വസിഷൻ ഉണ്ട് എങ്കിൽ പോലീസ് ഓഫീസർക്ക് അറസ്റ്റ് ചെയ്യാനായി വാറണ്ടിൻ്റെ ആവശ്യമില്ല. Then, who has been concerned in or against whom a reasonable complaint has been made, credible information has been received, or reasonable suspicion exists that, having been concerned or any act committed any place out of India, which if committed in India would have punishable as an offence, and for which he is under any law related to extradition or otherwise liable to be apprehended or detained in custody in India. ഒരു വ്യക്തിയെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റീസണബിൾ ആയിട്ടുള്ള ഒരു കംപ്ലൈൻറ്റോ വിശ്വാസയോഗ്യമായ ഇൻഫർമേഷനോ ആ വ്യക്തിയെ സംബന്ധിച്ച് ന്യായമായ ഒരു സംശയവും നിലനിൽക്കുന്നു. ആ വ്യക്തി ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്തിരിക്കുന്നു. എനി പ്ലേസ് ബി ഔട്ട് ഓഫ് ഇന്ത്യ, ഇന്ത്യക്ക് പുറത്തോ, ഇഫ് കമ്മിറ്റഡ് ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ വെച്ചാണ് കമ്മിറ്റ് ചെയ്തിരിക്കുന്നത് എങ്കിൽ വുഡ് ഹാവ് പണിഷബിൾ ആസ് ആൻ ഒഫൻസ്, ഒഫൻസായിട്ട് പണിഷ് ചെയ്യാൻ പറ്റുന്ന ഒന്നായിരിക്കും. അല്ലെങ്കിൽ എനി ലോ റിലേറ്റഡ് ടു എക്സ്ട്രാഡിഷനുമായി ബന്ധപ്പെട്ട ഒന്നായിരിക്കും. ഇത്തരം സാഹചര്യങ്ങളിലെല്ലാം തന്നെ പോലീസ് ഓഫീസറിന് ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യുന്നതിന് വാറണ്ടിൻ്റെ ആവശ്യമോ കോടതിയുടെ അനുമതിയോ ആവശ്യമില്ലാത്തതാണ്. ഇനി ഏതെല്ലാം സാഹചര്യങ്ങളിലാണ് ഒരു പോലീസ് ഓഫീസറിന് അറസ്റ്റ് ചെയ്യാൻ വാറണ്ടോ കോടതിയുടെ ഓർഡറോ വേണ്ടുന്നത് എന്ന് നോക്കാം. അറസ്റ്റ് അണ്ടർ എ വാറണ്ട് ഓർ ഓർഡർ ഓഫ് എ മജിസ്ട്രേറ്റ്.
നോൺ കൊഗ്നൈസബിൾ ഒഫൻസസിലാണ് പ്രധാനമായിട്ടും പോലീസ് ഓഫീസറിനെ അറസ്റ്റ് ചെയ്യാനായി വാറണ്ടോ അല്ലെങ്കിൽ കോടതിയുടെ അനുമതിയോ ആവശ്യമായി വരുന്നത്. നമ്മുടെ ഓൾഡ് CRPC പ്രകാരം സെക്ഷൻ 42-ലും BNSS പ്രകാരം സെക്ഷൻ 35 ക്ലോസ് 2-ലുമാണ് ഇതിനെ സംബന്ധിച്ച് പറയുന്നത്. രണ്ട് സാഹചര്യങ്ങളും നമ്മൾ പറഞ്ഞു. ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് അറസ്റ്റ് വിത്ത് വാറണ്ട് ആൻഡ് പെർമിഷൻ ഓഫ് കോർട്ട്. ചില സാഹചര്യങ്ങളിൽ അറസ്റ്റ് ചെയ്യുവാനായിട്ട് വാറണ്ടിൻ്റെ ആവശ്യമില്ല, കോടതിയുടെ അനുമതിയുടെ ആവശ്യമില്ല. ഇനി ഹൗ അറസ്റ്റ് മെയ്ഡ്, ഇങ്ങനെയാണ് അറസ്റ്റ് ചെയ്യുക. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത പ്രകാരം സെക്ഷൻ 43-ലും CRPC പ്രകാരം സെക്ഷൻ 46-ലുമാണ് എങ്ങനെയാണ് അറസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറയുന്നത്. ജനറലി പറഞ്ഞാൽ there be a submission to the custody by word or action. പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യാണ് നമ്മൾ യു ആർ അണ്ടർ അറസ്റ്റ് ഓർ യു ആർ അണ്ടർ എ കസ്റ്റഡി എന്ന് നമ്മൾ പറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പറഞ്ഞിട്ടില്ലാത്ത ഒരു സാഹചര്യങ്ങളാണെങ്കിൽ ആക്ച്വലി ടച്ച് ഓർ കൺഫൈൻ ദ ബോഡി ഓഫ് എ പേഴ്സൺ ടു ബി അറസ്റ്റ്, നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ പോവുകയാണ് എന്നുള്ള വിവരം ആ വ്യക്തിയെ ടച്ച് ചെയ്തോ അല്ലെങ്കിൽ കൺഫൈൻ ചെയ്തോ തടഞ്ഞു നിർത്തിയോ പറയാവുന്നതാണ്. ഇനി ഒരു വുമണിനെയാണ് അറസ്റ്റ് ചെയ്യുന്നത് എങ്കിൽ woman is to be arrested. The circumstances indicated to contrary, her submission to the custody on an oral intimation of arrest shall be presumed. Oral intimation of arrest കൊടുക്കാം. ഇനി സർക്കംസ്റ്റാൻസസ് അതർവൈസ് റിക്വയർ, മറ്റേതെങ്കിലും സാഹചര്യങ്ങൾ കൂടി വന്ന് ചേർന്നിട്ടുണ്ട് എങ്കിൽ അത്തരം സാഹചര്യങ്ങളിൽ പോലീസ് ഓഫീസർ ഒരു ഫീമെയിൽ പോലീസ് ഓഫീസറിനെ വെച്ച് വേണം അറസ്റ്റ് ചെയ്യാനായിട്ട്. ഇനി പോലീസ് ഓഫീസർ ഷാൾ നോട്ട് ടച്ച് ദ പേഴ്സൺ ഓഫ് ദി വുമൺ ഫോർ മേക്കിംഗ് ഹെർ അറസ്റ്റ്. അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യങ്ങളിൽ പോലീസ് ഓഫീസർ വുമണിനെ ടച്ച് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് പറയുന്നത്. പേഴ്സൺ ഫോഴ്സബിളി റെസിസ്റ്റ് ദ അറസ്റ്റ് ഓർ എവേഡ് ദ അറസ്റ്റ്, പോലീസ് ഓഫീസർ ഓർ അതർ പേഴ്സൺ യൂസ് ഓൾ മീൻ നെസസറി ടു ഇഫക്റ്റ് ദ അറസ്റ്റ്. പോലീസ് ഓഫീസർ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് അറസ്റ്റ് ചെയ്യേണ്ട വ്യക്തി അറസ്റ്റ് ഒഴിവാക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുകയോ അറസ്റ്റ് തടയുകയോ ചെയ്തു കഴിഞ്ഞാൽ പോലീസ് ഓഫീസർക്കായിരുന്നാലും അതർ പേഴ്സൺ മറ്റു വ്യക്തികൾക്കാണെങ്കിലും അറസ്റ്റ് എഫക്റ്റ് ചെയ്യുവാനുള്ള എല്ലാ മാർഗങ്ങളും സ്വീകരിക്കാവുന്നതാണ്. ദെൻ ഹാൻഡ് കഫിംഗ്. പോലീസ് ഓഫീസർ മേ according to the nature and gravity of offense use handcuffing while making the arrest of a person. ഹാൻഡ്കഫിങ്ങിനെ പറ്റി ലോക്കോസ്റ്റ് നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. കുറ്റകൃത്യത്തിൻ്റെ നേച്ചറും ഗ്രാവിറ്റിയും അനുസരിച്ച് അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് പോലീസ് ഓഫീസർക്ക് ചില ഒഫൻസുകളിൽ മാത്രം ഹാൻഡ്കഫിംഗ് യൂസ് ചെയ്യാം. ദെൻ നെക്സ്റ്റ്, nothing in this section give a right to cause the death of a person who is not accused of an offence punishable with death or imprisonment for life. ഡെത്തോ ഇംപ്രിസൺമെൻറ്റ് ഫോർ ലൈഫ്, ജീവപര്യന്തമോ കിട്ടുന്ന തരത്തിലുള്ള ഒരു കുറ്റകൃത്യം ചെയ്ത ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യുന്ന സമയത്തൊഴികെ വേറെ ഒരു സാഹചര്യങ്ങളിലും അറസ്റ്റ് എഫക്റ്റ് ചെയ്യുന്ന സമയത്ത് പ്രതിയുടെ ഡെത്ത് കോസ് ചെയ്യാൻ പാടുള്ളതല്ല. No woman shall be arrested after sunset and before sunrise. വുമണിനെ സൺസെറ്റിന് ശേഷവും സൺറൈസിന് മുന്നേയും അറസ്റ്റ് ചെയ്യാൻ പാടുള്ളതല്ല. സം എക്സെപ്ഷണൽ സർക്കംസ്റ്റാൻസസിൽ പോലീസ് ഓഫീസറിന് വുമണിനെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യങ്ങളിൽ make a written report and obtain the prior permission of a magistrate of first class within whose local jurisdiction the arrest is to be made. അറസ്റ്റ് ചെയ്യേണ്ട സ്ഥലത്തെ മജിസ്ട്രേറ്റ് ഓഫ് ഫസ്റ്റ് ക്ലാസിൻ്റെ പ്രയർ പെർമിഷനോട് കൂടിയും ഒരു റിട്ടൺ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത ശേഷവും മാത്രമേ എക്സെപ്ഷണൽ സർക്കംസ്റ്റാൻസസിൽ പോലീസ് ഓഫീസറിന് വുമണിനെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ.
ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രൊസീജിയർ ഓഫ് അറസ്റ്റ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ഓഫീസർ മേക്കിംഗ് ദി അറസ്റ്റ്. അറസ്റ്റ് ചെയ്യുന്ന സമയത്തുള്ള പ്രൊസീജിയർ എന്താണ്, അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത പോലീസ് ഓഫീസറിൻ്റെ ഡ്യൂട്ടി എന്തൊക്കെയാണ്, അറസ്റ്റ് ചെയ്യുന്ന സമയത്തുള്ള ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്. നമ്മുടെ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയുടെ സെക്ഷൻ 36 ഇതിനെ സംബന്ധിച്ച് പറയുന്നത്. ഓൾഡ് CRPC പ്രകാരം 41B പറയുന്നത്. അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആക്യുറേറ്റ്, ക്ലിയർ, വിസിബിൾ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഹിസ് നെയിം വിച്ച് ഫെസിലിറ്റേറ്റ് ഈസി ഐഡൻറ്റിഫിക്കേഷൻ. ഒരാളെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് അയാളുടെ കൃത്യമായ പേര്, വിവരങ്ങൾ, അയാളെ സംബന്ധിച്ചിട്ടുള്ള മറ്റ് ഐഡൻറ്റിഫിക്കേഷനും മറ്റ് കാര്യങ്ങളുമെല്ലാം കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കണം. അത് അദ്ദേഹത്തിനെ ഐഡൻറ്റിഫൈ ചെയ്യുവാനും മറ്റു കാര്യങ്ങൾക്കുമൊക്കെ ഈസി ആകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ദെൻ പ്രിപ്പയർ എ മെമ്മോറാണ്ടം ഓഫ് അറസ്റ്റ്. അറസ്റ്റ് ചെയ്യുന്നതിനെ സംബന്ധിച്ചൊരു മെമ്മോറാണ്ടം തയ്യാറാക്കുക. ആ മെമ്മോറാണ്ടത്തിൽ എന്തൊക്കെ ഉണ്ടായിരിക്കണം? അറ്റസ്റ്റഡ് ബൈ അറ്റ്ലീസ്റ്റ് 1 വിറ്റ്നസ്സസ്. ഒരു സാക്ഷി അറ്റസ്റ്റ് ചെയ്തിരിക്കണം. ഹു ഈസ് എ മെമ്പർ ഓഫ് ദ ഫാമിലി ഓഫ് ദ പേഴ്സൺ അറസ്റ്റഡ് ഓർ റെസ്പെക്റ്റബിൾ മെമ്പർ ഓഫ് ദ ലൊക്കാലിറ്റി. ഒന്നുകിൽ അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്തപ്പെട്ട ആളുടെ ഫാമിലി മെമ്പർ ആയിരിക്കണം, അല്ലെങ്കിൽ ആ ലൊക്കാലിറ്റിയിലെ റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കണം. സെക്കൻഡ് വൺ, കൗണ്ടർ സൈൻഡ് ബൈ ദ പേഴ്സൺ അറസ്റ്റഡ്. അറസ്റ്റ് ചെയ്ത വ്യക്തി സൈൻ ചെയ്തിരിക്കുകയും വേണം. തേർഡ് വൺ, ഇൻഫോം ദ പേഴ്സൺ അറസ്റ്റഡ്. അറസ്റ്റ് ചെയ്ത വ്യക്തിയെ ഇൻഫോം ചെയ്യുക. ആ എന്തൊക്കെ സാഹചര്യങ്ങളിലാണ് ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം അറിയിക്കുക. അദ്ദേഹത്തിൻ്റെ ഫാമിലിയെ അറിയിക്കുക. ഏതെങ്കിലും റിലേറ്റീവ്സോ ഫ്രണ്ട്സോ മറ്റേതെങ്കിലും വ്യക്തി ഉണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്ത വിവരത്തെ സംബന്ധിച്ച് അറിയിക്കുക. ഇത്രയുമാണ് പ്രൊസീജിയർ ഓഫ് അറസ്റ്റ്. അറസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രൊസീജിയർ. വാട്ട് ആർ ദ റൈറ്റ്സ് ഓഫ് അറസ്റ്റഡ് പേഴ്സൺ? അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു വ്യക്തിയെ സംബന്ധിച്ച് എന്തെല്ലാം അവകാശങ്ങളാണുള്ളത്? The right of arrested person to meet an advocate of his choice during interrogation, not throughout investigation. സെക്ഷൻ 41D ഓഫ് CRPCയിലും സെക്ഷൻ 38 ഓഫ് BNSSലുമാണ് പറയുന്നത്. അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ഒരു അഡ്വക്കേറ്റിനെ മീറ്റ് ചെയ്യുവാനും നിയമോപദേശം തേടുവാനുമുള്ള അവകാശമുണ്ട്. സെക്കൻഡ് വൺ, the person arrested to be informed of ground of arrest and right to bail. സെക്ഷൻ 50 ഓഫ് CRPC BNSS പ്രകാരം സെക്ഷൻ 47ലുമാണ് പറയുന്നത്. അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ എന്ത് ഗ്രൗണ്ടിലാണ് അറസ്റ്റ് ചെയ്തതെന്നുള്ളതും അറസ്റ്റ് ചെയ്ത വ്യക്തിക്ക് ജാമ്യത്തിൽ ഇറങ്ങാനോ അല്ലെങ്കിൽ ജാമ്യം കിട്ടുവാനോ എന്നുള്ളത് സംബന്ധിച്ചുള്ള അവകാശങ്ങൾ അറിയാനുള്ള അവകാശങ്ങളുണ്ട്. The right to produce before a magistrate having jurisdiction within 24 hours of arrest without unnecessary delay. No detained more than 24 hours in police custody. അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു വ്യക്തിയെ ജൂറിസ്ഡിക്ഷനുള്ള മജിസ്ട്രേറ്റിന് മുന്നിൽ 24 മണിക്കൂറിനുള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യണം. ഇത് അറസ്റ്റ് ചെയ്ത വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തിയുടെ അവകാശങ്ങളിൽ ഒന്നാണ്. നോ ഡീറ്റെയിൻഡ് മോർ ദാൻ 24 hours ഇൻ പോലീസ് കസ്റ്റഡി. പോലീസ് കസ്റ്റഡിയിലാണെങ്കിലും 24 മണിക്കൂറിൽ കൂടുതൽ ഡീറ്റെയിൻ ചെയ്യാൻ പാടുള്ളതല്ല. ഓൾഡ് CRPC പ്രകാരം സെക്ഷൻ 56ലും 57ലുമാണ് ഇതിനെ സംബന്ധിച്ച് പറയുന്നത്. BNSS പ്രകാരം സെക്ഷൻ 57ലും 58ലുമാണ് ഇതിനെ സംബന്ധിച്ച് പറയുന്നത്. ഇനി മറ്റ് അവകാശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. The right to have a memorandum of arrest prepared. മെമ്മോറാണ്ടം ഓഫ് അറസ്റ്റ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് ആ വ്യക്തിയെ സംബന്ധിച്ചുള്ള അവകാശങ്ങളിൽ ഒന്നാണ്. റൈറ്റ് ടു ഹാവ് എനി ഫ്രണ്ട്, റിലേറ്റീവ് ഓർ അതർ പേഴ്സൺ നോമിനേറ്റഡ് ബൈ ദ അറസ്റ്റഡ് പേഴ്സൺ ഇൻഫോംഡ് അബൌട്ട് ദി അറസ്റ്റ് ആൻഡ് ദ പ്ലേസ് ഓഫ് ഡിറ്റൻഷൻ. എവിടെയാണ് ആ വ്യക്തിയെ ഡീറ്റെയിൻ ചെയ്തിരിക്കുന്നതെന്നും എവിടെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്ന് സംബന്ധിച്ചും ഫ്രണ്ടിനോടോ റിലേറ്റീവിനോടോ അറസ്റ്റഡ് വ്യക്തി ആരെയാണോ നോമിനേറ്റ് ചെയ്ത് പറയുന്നത് ആ വ്യക്തിയെയും അറിയിക്കാനുള്ള അവകാശം ഉണ്ട്.
The right to a medical examination by a medical officer or a registered medical practitioner as soon as arrest. അറസ്റ്റ് ചെയ്ത ഉടനെ തന്നെ ഒരു മെഡിക്കൽ എക്സാമിനേഷൻ മെഡിക്കൽ ഓഫീസർ വഴിയോ അല്ലെങ്കിൽ രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ വഴിയോ നടത്തുക എന്നുള്ളത് അറസ്റ്റ് ചെയ്ത വ്യക്തിയെ സംബന്ധിച്ചുള്ള അവകാശങ്ങളിൽ ഒന്നാണ്. The right against self-incrimination under Article 20 Clause 3 of the Constitution of India. സെൽഫ് ഇൻക്രിമിനേഷന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള അവകാശം അത് അവർക്ക് ഭരണഘടന നൽകിയിട്ടുണ്ട്. അറസ്റ്റുമായി ബന്ധപ്പെട്ട ലാൻഡ്മാർക്ക് ജഡ്ജ്മെൻറ്റിൽ ഒന്നാണ് DK ബസു വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് വെസ്റ്റ് ബംഗാൾ. ഇതിൽ കുറച്ച് ഗൈഡ് ലൈൻസ് പറയുന്നുണ്ട്. ഫസ്റ്റ് ഗൈഡ് ലൈൻസ് ഇങ്ങനെയാണ്: The police officer who arrests and handle the interrogation of arrestee must wear accurate, visible, clear identification and name tag with their designation. The details of all such a person who handle the interrogation must be recorded in a register. Second one, prepare a memorandum of arrest. At the time of arrest, memo shall be attested by at least one witnesses. അറസ്റ്റ് മെമ്മോ തയ്യാറാക്കിയിരിക്കണം. അത് അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും അറ്റസ്റ്റ് ചെയ്തിരിക്കുകയും വേണം. ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദ അറസ്റ്റ് ഇൻറ്റിമേറ്റഡ് ടു ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, അതർ പേഴ്സൺ ഹാവിംഗ് ഇൻട്രസ്റ്റ് ഇൻ ഹിസ് വെൽഫെയർ. അദ്ദേഹത്തിൻ്റെ വെൽഫെയറിൽ ഇൻട്രസ്റ്റ് ഉള്ള എല്ലാ വ്യക്തികളെയും അറസ്റ്റിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇൻഫോം ചെയ്യുക. ദെൻ ടൈം, പ്ലേസ് ഓഫ് അറസ്റ്റ്, വെന്യൂ ഓഫ് കസ്റ്റഡി ഓഫ് അറസ്റ്റി മസ്റ്റ് ബി നോട്ടിഫൈഡ് ബൈ ദ പോലീസ്. എവിടെയാണോ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്, എപ്പോഴാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള മറ്റ് വിവരങ്ങളെല്ലാം തന്നെ പോലീസ് ഓഫീസർ നോട്ടിഫൈ ചെയ്യുക. ദ അറസ്റ്റീ ലീവ്സ് ഔട്ട്സൈഡ് ദ ഡിസ്ട്രിക്ട് ഓർ ടൗൺ ത്രൂ ദ ലീഗൽ എയ്ഡ് ഓർഗനൈസേഷൻ ഇൻ ദ ഡിസ്ട്രിക്ട് ആൻഡ് ദ പോലീസ് സ്റ്റേഷൻ ഓഫ് ദി ഏരിയ കൺസേൺഡ് ടെലിഗ്രാഫിക്കലി വിത്തിൻ എ പീരീഡ് ഓഫ് 8 to 12 hours ആഫ്റ്റർ ദി അറസ്റ്റ്. അറസ്റ്റ് ചെയ്ത ശേഷം 8 മുതൽ 12 മണിക്കൂറിനകം വെച്ച് തന്നെ അറസ്റ്റ് ചെയ്ത വ്യക്തിയെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ, ഇഫ് ദി അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തി ഔട്ട്സൈഡ് ദ ഡിസ്ട്രിക്റ്റോ അല്ലെങ്കിൽ പുറത്തെവിടെയോ ആണ് താമസിക്കുന്നത് എങ്കിൽ അവിടുത്തെ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് ഇത്തരം വിവരങ്ങൾ കൈമാറേണ്ടതാണ്. നെക്സ്റ്റ്, അറസ്റ്റീ ഷുഡ് സബ്ജക്റ്റഡ് ടു മെഡിക്കൽ എക്സാമിനേഷൻ ബൈ ട്രെയിൻഡ് ഡോക്ടർ വിത്തിൻ 48 hours ഡ്യൂറിങ് ഹിസ് ഡിറ്റൻഷൻ. അറസ്റ്റ് ചെയ്ത വ്യക്തിയെ 48 മണിക്കൂറിനുള്ളിൽ മെഡിക്കൽ എക്സാമിനേഷന് വിധേയനാക്കേണ്ടതാണ്. നെക്സ്റ്റ്, കോപ്പീസ് ഓഫ് ഓൾ ഡോക്യുമെൻറ്റ്സ് ഇൻക്ലൂഡിംഗ് അറസ്റ്റ് ഷുഡ് സെൻഡ് ടു എ മജിസ്ട്രേറ്റ്. അറസ്റ്റിനെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ രേഖകളും ഡോക്യുമെൻറ്റ്സും മജിസ്ട്രേറ്റിന് അയച്ചു കൊടുക്കേണ്ടതാണ്. നെക്സ്റ്റ്, അറസ്റ്റീ അലൗഡ് ടു മീറ്റ് ഹിസ് അഡ്വക്കേറ്റ് ഓർ അറ്റോർണി ഡ്യൂറിങ് ഇൻറ്ററോഗേഷൻ. ഇൻറ്ററോഗേഷൻ്റെ സമയത്ത് അറസ്റ്റിയെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഒരു അഡ്വക്കേറ്റിനെ അല്ലെങ്കിൽ അറ്റോർണിയെ മീറ്റ് ചെയ്യുവാനും കേസ് കാര്യങ്ങളെല്ലാം പറയുവാനുമുള്ള അവകാശങ്ങളുണ്ട്. നെക്സ്റ്റ്, പോലീസ് കൺട്രോൾ റൂം ഷുഡ് ബി പ്രൊവൈഡഡ് അറ്റ് ഓൾ ഡിസ്ട്രിക്ട് ആൻഡ് സ്റ്റേറ്റ്. എല്ലാ സ്റ്റേറ്റ് ലെവലിലും ഡിസ്ട്രിക്ട് ലെവലിലും പോലീസ് കൺട്രോൾ റൂം പ്രൊവൈഡ് ചെയ്യുക. ദെൻ ഇൻസ്പെക്ഷൻ മെമ്മോ. പ്രതിക്ക് എന്തെങ്കിലും തരത്തിലുള്ള മുറിവുകളോ മൈനറായിട്ടുള്ള ഇഞ്ചുറീസോ മേജറായിട്ടുള്ള ഇഞ്ചുറീസോ എന്തെങ്കിലും പറ്റിയിട്ടുണ്ട് എങ്കിൽ അതിനെ സംബന്ധിച്ച് ഇൻസ്പെക്ഷൻ മെമ്മോ തയ്യാറാക്കുക. ഇൻസ്പെക്ഷൻ മെമ്മോ മസ്റ്റ് ബി സൈൻഡ് ബോത്ത് ബൈ ദ അറസ്റ്റി ആൻഡ് ദ പോലീസ് ഓഫീസർ ആൻഡ് കോപ്പി മസ്റ്റ് ബി ഗിവൺ ടു ദി അറസ്റ്റി. അറസ്റ്റിക്ക് കോപ്പി കൊടുത്തിരിക്കുകയും വേണം. ദെൻ എൻട്രി മസ്റ്റ് ബി മെയ്ഡ് ഇൻ ദ കേസ് ഡയറി. അറസ്റ്റ് ചെയ്തതിനെ സംബന്ധിച്ചിട്ടുള്ള വ്യക്തമായ കാര്യങ്ങളും കാരണങ്ങളും കേസ് ഡയറിയിൽ രേഖപ്പെടുത്തിയിരിക്കണം. ആൻഡ് ആൾസോ ഡിസ്ക്ലോസ് ദ നെയിം ഓഫ് ഹിസ് നെക്സ്റ്റ് ഫ്രണ്ട് ഹു ഹാസ് ബീൻ ഇൻഫോംഡ് ഓഫ് അറസ്റ്റ്. ആരെയാണോ അറസ്റ്റ് ചെയ്ത വിവരം അറിയിച്ചിരിക്കുന്നത് ആ വ്യക്തിയെ സംബന്ധിച്ചുള്ള വിവരങ്ങളും അതിൽ രേഖപ്പെടുത്തിയിരിക്കണം. നെയിം ആൻഡ് ഡീറ്റെയിൽസ് ഓഫ് ദ പോലീസ് ഓഫീസർ ഇൻ ഹൂസ് കസ്റ്റഡി ദ അറസ്റ്റീസ്. ഏത് പോലീസ് ഓഫീസറിൻ്റെ കസ്റ്റഡിയിലായിരുന്നു പ്രതി ഉണ്ടായിരുന്നത്
ആ വ്യക്തിയുടെ പേരും വിവരങ്ങളും രേഖപ്പെടുത്തിയിരിക്കണം. അറസ്റ്റിനെ സംബന്ധിച്ചിട്ടുള്ള വീഡിയോയുടെ പാർട്ട് 1 ആണിത്. ശേഷം പാർട്ട് 2 പബ്ലിഷ് ചെയ്യുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ലോ കോസ്റ്റ്. എല്ലാവരും വാച്ച് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക.